എന്താണ് ബ്രാൻഡിങ്? പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ലോഗോ, അതുപോലെ കളർ പാലറ്റ്, വിസിറ്റിംഗ് കാർഡ്, ഫ്ലയർ, ബ്രോഷർ, ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു PDF അയച്ചു കൊടുക്കുന്നതാണ് ബ്രാൻഡിങ്. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇതൊരിക്കലും ബ്രാൻഡിങ് ആവുന്നില്ല. സത്യത്തിൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിന്റെ ഒരു ലോഗോയോ അല്ലെങ്കിൽ കളർ തീമോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിന്റെ ഒരു ചെറിയൊരു കോർണർ പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാൻഡിനെ കുറിച്ചിട്ടൊരു വിഷ്വലൈസേഷൻ ഉണ്ടാകുന്നതാണ് ബ്രാൻഡിങ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊക്കക്കോള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൊക്കക്കോളയുടെ ബോട്ടിൽ, അതുപോലെ കളർ, ഫോണ്ട്, ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിൽ വരും. ഇതുപോലെ തന്നെയാണ് പല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ കളേഴ്സോ അല്ലെങ്കിൽ ബോട്ടിൽസോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ബ്രാൻഡിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗോ, കളർ പാലറ്റ്, ടൈപ്പോഗ്രഫി, ഫോൺസ്, ഇതൊക്കെ നമുക്ക് ബ്രാൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് മാത്രമാണ്. ചില ബ്രാൻഡ്സിന് നമുക്ക് കാണാൻ പറ്റും ചില ആനിമേഷൻ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ചില ജിംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നോക്കിയൻ്റെ ടൂണ്, അതേപോലെ വോഡഫോണിൻ്റെ ടൂണ്, ഇങ്ങനെ പല ജിംഗിൾസ് ആയിട്ടും അതുപോലെ തന്നെ 3D ആനിമേഷനോ അല്ലെങ്കിൽ ആനിമേഷൻ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ചില ബ്രാൻഡിനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതും ഒരു ബ്രാൻഡിങ്ങിന് എക്സാമ്പിളാണ്. ആക്ച്വലി ഒരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ലോഗോ ഡിസൈൻ മാത്രമല്ല, ഒരുപാട് പേര് ചെയ്യുന്നത് ബ്രാൻഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ എടുത്തിട്ട് ഒരു ലോഗോ സെറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു ബ്രാൻഡിനെ കുറിച്ച് പഠിച്ച്, അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ച്, കളർ ടീമിനെ കുറിച്ച് പഠിച്ച്, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ലോഗോ തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ ലോഗോ ചെയ്താലേ നമ്മളെ ബ്രാൻഡ് വിജയിക്കുള്ളൂ. കാരണം ആ ലോഗോ വെച്ചിട്ട് നമ്മളെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ എന്തായിക്കോട്ടെ അതിനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയണം. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു ലോഗോ സെറ്റ് ചെയ്തതിലൊക്കെ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് കുറേ പേര് വരാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ലോഗോ സെറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ടൈം എടുക്കും. കാരണം ഇതൊക്കെ റിസർച്ച് ചെയ്ത് പഠിച്ച് നല്ലൊരു ലോഗോ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും.